വേഗം വരും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും ദൈവം നിങ്ങളെ നടത്തുവാൻ ശക്തനാണ്. സ്തോത്രം. കർത്താവ് നമുക്ക് ആർക്കും കടക്കാരനല്ല, പലിശ സഹിതം തിരിച്ചു തരുന്നവനാണ്. ഒരു പ്രവാചകൻ എന്ന് വെച്ച് സ്തോത്രം, നീ അവനൊരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം കർത്താവ് തരും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാല സ്തോത്രം അല്പസമയം ചിന്തിക്കുവാനായി തിരഞ്ഞെടുത്ത വേദഭാഗം, ദൈവത്തെ ഭയപ്പെടുന്ന ചില ദൈവമക്കൾ. നെഹമ്യാവ് ദൈവത്തെ ഭയപ്പെട്ടു, അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടു, യോബ് ദൈവത്തെ ഭയപ്പെട്ടു, കൊർന്നല്യോസ് ദൈവത്തെ ഭയപ്പെട്ടു. നിങ്ങളിൽ എത്ര പേർ ദൈവത്തെ ഭയപ്പെടുന്നു? പലപ്പോഴും പലരും മനുഷ്യരെ ഭയപ്പെടാറുണ്ട്. അവരെന്നെ കാണുമോ, ഇവരെന്നെ കാണുമോ, അവർ ശ്രദ്ധിക്കുമോ, ഇവർ ശ്രദ്ധിക്കുമോ, അവർ ഈ കാര്യം അറിയുമോ, അവർ ആ കാര്യം അറിയുമോ? പലപ്പോഴും മനുഷ്യനെ കാണാതെ പലതും ഒളിച്ചും പതുങ്ങിയും ചെയ്യുമ്പോൾ, തെറ്റുകൾ ചെയ്യുമ്പോൾ, കുറ്റങ്ങൾ ചെയ്യുമ്പോൾ, പാപങ്ങൾ ചെയ്യുമ്പോൾ, മോഷ്ടിക്കുമ്പോൾ, പലവിധ പാപപ്രവൃത്തികൾ ചെയ്യുമ്പോൾ, തങ്ങളുടെ ശരീരത്തിന് വിരോധമായി പലവിധ ലഹരികൾ ഉപയോഗിക്കുമ്പോൾ, അച്ഛൻ കാണുമോ, കൊച്ചമ്മ കാണുമോ, അമ്മേ സ്തോത്രം, പാസ്റ്റർ കാണുമോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അമ്മേ സ്തോത്രം, നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും വിശ്വാസി കാണുമോ, അല്ലെങ്കിൽ പപ്പ, അമ്മ, അമ്മ, അല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, ഇവരാരെങ്കിലും കാണുമോ, മക്കൾ കാണുമോ എന്നൊക്കെ ചിന്തിക്കുന്ന അമ്മേ ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, അമ്മേ സ്തോത്രം, മനുഷ്യനെ അല്ല ദൈവത്തെ അത്രേ ഭയപ്പെടേണ്ടത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ആരെ ഭയപ്പെടുന്നു? ഞാനാരെ ഭയപ്പെടും, ഞാനാരെ ഭയപ്പെടും, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാനാരെ ഭയപ്പെടും, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ പാരങ്ങളേറിടും, സ്നേഹിതർ മാറിടും ജീവിത പാതയതിൽ, പാരങ്ങളേറിടും, സ്നേഹിതർ മാറിടും ജീവിത പാതയതിൽ. യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ, യേശു എൻ്റെ കൂടെയുണ്ട്. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. ഒരു സൈന്യമെന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല, ഒരു സൈന്യമെന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഏലിയാവിനെ പോറ്റിയ ദൈവമെന്നെയും പോറ്റിടും, ഏലിയാവിനെ പോറ്റിയ ദൈവമെന്നെയും പോറ്റിടും. യേശുവിൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ, യേശുവിൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യമെൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല, ഒരു സൈന്യമെൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. യേശുവിൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ, യേശുവിൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യമെൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല, ഒരു സൈന്യമെൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല, ഒരു സൈന്യമെൻ്റെ നേരെ പാളയ
പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യം, അതേ കർത്താവിന്റെ സൈന്യം നിന്റെ കൂടെ ഉള്ളപ്പോൾ, ആമേ ദൂതന്മാർ നിന്റെ കൂടെ ഉള്ളപ്പോൾ, ഈ ലോകത്തിലെ സൈന്യത്തെ നീ ഭയപ്പെടുകയില്ല. ആമേ ദൂതൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ, എന്റെ കർത്താവ് നിന്റെ കൂടെ ഉള്ളപ്പോൾ, ആമേ മറ്റ് സൈന്യങ്ങളെ നിനക്ക് ഭയം. എന്റെ പകൽക്കാലം ദൈവത്തെ ഭയപ്പെടുന്നവരായി മാറപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. എന്റെ പകൽക്കാലം കർത്താവേ, ആമേ മനുഷ്യനെ ഭയപ്പെടുന്നവർ ആമേ ദൈവത്തെ ഭയപ്പെടുന്നവരാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കുമാറാകണമേ യേശുവിന്റെ നാമത്തിൽ. മാനുഷിക ഭയമല്ല വേണ്ടത്, ആമേ ദൈവത്തെ ഭയപ്പെടുവാൻ, അതെ നിത്യത്തിൽ എത്തിച്ചേരുവാൻ, ആമേ പാരദീസിൽ എത്തിച്ചേരുവാൻ, ആമേ നരകത്തിലല്ല, ആമേ നിത്യത്തിൽ എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവിനാൽ ഇന്നലെ വരെ പാപത്തിന്റെ പിറകെ പോയ ആൾക്കാർ കാണുമോ എന്ന് നോക്കി, ആമേ വ്യക്തികൾ കാണുമോ എന്ന് നോക്കി, ആമേ പാപം ചെയ്തവർ ഇന്ന് പകൽക്കാലം മുതൽ ആമേ ദൈവത്തെ ഭയപ്പെടട്ടെ, കർത്താവിനെ ഭയപ്പെടട്ടെ, എന്റെ കർത്താവിനെ ഭയപ്പെടട്ടെ, എന്റെ കർത്താവിനെ ഭയപ്പെടട്ടെ. ഇപ്പോൾ ഇവിടെ കർത്താവെ ദൂതന്മാർ, ഇപ്പോൾ മാലാഖമാർ, ഇപ്പോൾ സാറാഫുകൾ, എന്റെ കർത്താവെ ഇപ്പോൾ ഇവിടെ കർത്താവ് അയച്ചിരിക്കാൻ സ്തോത്രം. എല്ലാ ദുഷ്ടന്റെ പദ്ധതികളെയും, എല്ലാ തീയമ്പുകളെയും, എല്ലാ പൈശാചിക പോരാട്ടത്തെയും യേശുവിന്റെ നാമത്തിൽ in the dimensions of power, we shout Jesus. In the dimensions of power, we shout Jesus. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ മുദ്ര വയ്ക്കുന്നു, ഈ ഹോളിനെ മുദ്ര വയ്ക്കുന്നു. അടിയാൾ യേശുവിന്റെ രക്തത്തിന്റെ പരിധിക്കുള്ളിൽ, ഈ പ്രിയപ്പെട്ടവർ കർത്താവിന്റെ പരിധിക്കുള്ളിൽ, രക്തത്തിന്റെ പരിധിക്കുള്ളിൽ. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി. താങ്ക് യു ഫാദർ. ആമേ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. സ്തോത്രം. അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടു. നെഹെമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. നെഹെമ്യാവ് ദൈവത്തെ ഭയപ്പെട്ടു. ഇയ്യോബ് 1-ാം അധ്യായം 1 മുതൽ 8 വരെ അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. കൊർന്നല്യോസ് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ഇവരൊക്കെ ദൈവത്തെ ഭയപ്പെടുന്നവർ ആയിരുന്നു. സ്തോത്രം. ആമേ ഇന്ന് പകൽക്കാലം ആമേ നാം ആരാധിക്കുന്ന ദൈവം ആമേ സകലത്തിൻ്റെ ഈ ചരാചരങ്ങളുടെ ആമേ ഉടയവനാണ്. നാം ആരാധിക്കുന്ന ദൈവം അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവനാണ്. ആ ദൈവം നമ്മുടെ ഹൃദയത്തെ ആരായുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ, ഭാവങ്ങളെ വിവേചിക്കുന്നവനാണ്. ഇന്ന് പകലിൽ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുവോ? മനുഷ്യരെ ഭയപ്പെടുന്നുവോ? നിങ്ങൾ ആരെ ഭയപ്പെടുന്നു? ആമേ സ്തോത്രം. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നു എങ്കിൽ സ്തോത്രം. ഇവിടെ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയുന്നു. ആമേ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ആമേ സ്തോത്രം ഒരിക്കലും ആമേ സ്തോത്രം കർത്താവിൻ്റെ സന്നിധാനത്തിൽ തലകുനിച്ച് നിൽക്കേണ്ടതായി വരത്തില്ല. നിങ്ങൾ തല ഉയർത്തി നിൽക്കുവാനായി നിങ്ങൾക്ക് കഴിയും. സ്തോത്രം. ഒരിക്കലും നിങ്ങൾ തല കുനിച്ച് നിൽക്കേണ്ടതായി വരത്തില്ല. ആമേ കൃപാസന സന്നിധിയിൽ നിങ്ങൾ ധൈര്യത്തോടെ കടന്നു വരുവാനായി കഴിയും. നിങ്ങൾ ദൈവത്തെയാണ് ഭയപ്പെടുന്നു എങ്കിൽ ആമേ സ്തോത്രം ധൈര്യപ്പെട്ട് വിറച്ച് യേശുവെന്ന് വിളിക്കേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് ധൈര്യത്തോടെ കൃപാസന സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയും. സ്തോത്രം. ആമേ സ്തോത്രം. ഇവിടെ ബാലൻ്റെ മേൽ കൈ വയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് ആമേ എൻ്റെ ദൈവം അരുളി ചെയ്തു. എത്ര പേർക്ക് സ്തോത്രം പറയുവാൻ കഴിയുന്നു? സ്തോത്രം. ബാലൻ്റെ മേൽ കൈ വയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. ആമേ നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. സ്തോത്രം. അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകൻ, നീ ഏറെ സ്നേഹിക്കുന്ന മകനെ തന്നെ എനിക്ക് ഹോമയാകാൻ കഴിക്കാം. ആ സ്തോത്രം. അന്നേരം അബ്രഹാം, നീ എന്തിന് ഇങ്ങനെ പറയുന്നു? ആമേ സ്തോത്രം. ഞാൻ മക്കളില്ലാതിരുന്ന് നീ എനിക്ക് തന്ന തലമുറയല്ലേ? ആമേ ജാതികൾ എന്ത് പറയും? ആമേ സ്തോത്രം. അമോര്യർ, ഹിവ്യർ, പെരിസ്ത്യർ, യെബൂസ്യർ എന്ന് പറയുന്നവർ എന്ത് പറയും? ആമേ സ്തോത്രം. എൻ്റെ ഭാര്യയായിരിക്കുന്ന സാറ എന്ത് പറയും? എൻ്റെ ഭൃത്യന്മാർ എന്ത് പറയും? ദാസിദാസന്മാർ എന്ത് പറയും?
ആമേസ്തോത്രം, കർത്താവേ ഞാൻ എങ്ങനെ ഇത് സഹിക്കും? ദൈവമേ, എൻ്റെ മനോഭാരം എത്ര വലുതായിരിക്കുന്നു. ആമേസ്തോത്രം, എനിക്കത് സഹിക്കവയ്യ, എൻ്റെ ഹൃദയം പൊട്ടി തകർന്നു പോകത്തില്ലേ? ആമേസ്തോത്രം, എന്നെ കൊണ്ട് ഇതിന് സാധ്യമല്ല, എനിക്കിതിന് കഴിയത്തില്ല. ആമേ, അങ്ങ് ഒന്നുകൂടെ അരുളി ചെയ്യണമേ. ആമേസ്തോത്രം, കർത്താവ് ഇത് നീയാണോ പറയുന്നത്? ആമേ, ഇത് അങ്ങയുടെ വാക്കാണോ? ആമേ, ദൈവമാണോ എന്നോട് സംസാരിക്കുന്നത് എന്ന് ഒന്നും തന്നെ അബ്രഹാം ചോദിച്ചില്ല. നിങ്ങളിൽ എത്ര പേര് ചോദിക്കാതിരിക്കും? മക്കളില്ലാതിരുന്ന് ലഭിച്ച ഏകജാത നീ ഏറെ സ്നേഹിക്കുന്നവൻ തന്നെ. അബ്രഹാം കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ ദൈവത്തെ സ്നേഹിച്ച സ്നേഹത്തിൽ നിന്നും ആമേ അല്പമെങ്കിലും സ്നേഹം കുറഞ്ഞു പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നീ ഏറെ സ്നേഹിക്കുന്ന നിന്റെ മകനെ തന്നെ എന്ന് പറയുകയാണ്. ആമേ സ്തോത്രം, അവനെ തന്നെ യാഗം കഴിക്കുക. അബ്രഹാം ഒന്നും തന്നെ തിരിച്ചു ചോദിച്ചില്ല. പാട്ടുകാരൻ പാടിയില്ലേ, ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുക, തിരുകൃപ എന്നിൽ പകരണമേ. ആമേ, ചോദ്യം ചെയ്യാതെ തന്നെ ആമേസ്തോത്രം അബ്രഹാം പോവുകയാണ്. ആമേസ്തോത്രം ആ വാക്ക് കേട്ടു. അന്ന് രാത്രി അബ്രഹാം ഒരിക്കലും ഉറങ്ങിക്കാണില്ല. ആമേസ്തോത്രം, നോക്കുക, അബ്രഹാം അന്ന് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞു കിടന്നു. ആമേസ്തോത്രം, തൻ്റെ ഹൃദയവേദന വലുതായിരുന്നു, പക്ഷേ ദൈവത്തോട് ചോദ്യം ചെയ്തില്ല. അതികാലത്തെ എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ആമേ 2 ബാല്യക്കാരെയും ആമേ തൻ്റെ മകനുമായി ഇതാ യാത്ര ചെയ്യുകയാണ്. സ്തോത്രം. അവർ ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. സ്തോത്രം. ആമേ, എന്തിനാ പോകുന്നത്? ആമേ, കർത്താവിനെ ആരാധന കഴിപ്പാൻ. അവർ 3 ദിവസത്തെ വഴി ചെന്നു. അവർ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ സ്തോത്രം, മോറിയ ദേശം കാണുകയാണ്. ആമേ, ദൈവം പറഞ്ഞു, മോറിയ ദേശത്ത് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന മലയിൽ പോയി അവനെ യാഗം കഴിക്കണം. ആമേ, കർത്താവ് കൽപ്പിക്കുന്ന മല. ആമേ സ്തോത്രം, ഇവൻ ഇവിടെ നിന്നുകൊണ്ട് കാണുകയാണ്. അബ്രഹാം ആമേ സ്തോത്രം മോറിയ ദേശം കാണുകയാണ്. ആമേ, എന്നിട്ട് ബാല്യക്കാരോട് പറഞ്ഞു, കഴുതകളും നിങ്ങളുമായി ഇവിടെ തന്നെ ആയിരിക്കും, ഞാനും മകനുമായി ആമേ പോയി യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം എന്ന് പറയുകയാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീർന്നത് വെറുതെയല്ല. ആമേ സ്തോത്രം, ഇവർ 2 പേരുമായി യാത്ര തിരിക്കുന്നു. ആമേ, വിറകി മകന്റെ ആമേ സ്തോത്രം തോളിൽ വെച്ചു കൊടുത്തു. അപ്പൻ തീയും കത്തിയും എടുത്ത് സ്തോത്രം അവരിങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. സ്തോത്രം. അവരിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ മകനൊരു സംശയം, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗമൃഗം എവിടെ? ആട്ടിൻകുട്ടി എവിടെ? അപ്പൻ്റെ ഹൃദയം എങ്ങനെ പിടഞ്ഞു കാണും? നിങ്ങൾ അപ്പന്മാരാണ്, നിങ്ങൾ അമ്മമാരാണ്. സ്തോത്രം. ഹൃദയം തകർന്നോരു നാൾ യേശുവേ എന്നു വിളിച്ചു, ഹൃദയം തകർന്നോരു നാൾ യേശുവേ എന്നു വിളിച്ചു, കരുത്തേറുമൻ കരമൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി, കരുത്തേറുമൻ കരമൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി, ഹൃദയം തകർന്നൊരു നാൾ യേശുവേ എന്നു വിളിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീയും ഹൃദയം തകർന്ന് യേശുവേ എന്ന് വിളിച്ച നിമിഷങ്ങളില്ലേ? അങ്ങനെയുള്ള വിളിയല്ല ഇത്. മകനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുന്ന അപ്പൻ്റെ വേദനയാണിത്. സ്തോത്രം. ഒരേ ഒരു മകനെയുള്ളൂ. സ്തോത്രം. ഞാൻ എങ്ങനെ അവനെ കെട്ടും? ഞാൻ എങ്ങനെ കത്തിയെടുക്കും? ഞാൻ എങ്ങനെ അവനെ വെട്ടും അല്ലെങ്കിൽ അവനെ അറുക്കും? ശ്രദ്ധിച്ച്, അവൻ്റെ മേൽ ഞാൻ എങ്ങനെ കത്തി വയ്ക്കും? എങ്ങനെ ഞാൻ സ്തോത്രം തീ കൊളുത്തും? അപ്പൻ്റെ ഹൃദയത്തിൽ 100 ചിന്തകൾ. എങ്കിലും ദൈവത്തോടുള്ള ഭക്തി
സർവശക്തനായ ദൈവത്തിന് 100 വയസ്സായപ്പോൾ എനിക്ക് മക്കളെ തരുവാൻ കഴിഞ്ഞു എങ്കിൽ എനിക്കായി പ്രവർത്തിക്കുന്ന ഒരപ്പൻ ഉയരത്തിലുണ്ട്. അവനെ യാഗം കഴിപ്പാൻ എൻ്റെ അപ്പൻ പറഞ്ഞു എങ്കിൽ നീക്കുപോക്ക് തരുന്ന ഒരപ്പൻ ഉയരത്തിലുണ്ട്. ഉയരത്തിൽ മാത്രമല്ല, എൻ്റെ അടുക്കൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് സംസാരിക്കുന്ന, തന്റെ ദൂതനെ അയച്ചെന്നോട് സംസാരിക്കുന്ന, മാലാഖമാരെ, സാറാബുകളെ, ഗരുബുകളെ എനിക്ക് ചുറ്റും തന്നിരിക്കുന്ന, അപ്പോഴപ്പോഴായി തന്റെ ദൂതനെ കൊണ്ട് എന്നോട് സംസാരിപ്പിക്കുന്ന, ദൈവത്തിന്റെ ശബ്ദത്തെ എന്നോട് കേൾപ്പിക്കുന്ന, ദൈവം നേരിട്ട് സംസാരിക്കുന്ന എൻ്റെ അപ്പൻ എനിക്കായി കരുതും. അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഹൃദയം ഒരു ഭാഗത്ത് തകരുന്നുവെങ്കിൽ മറുഭാഗത്ത് അവൻ്റെ അപ്പൻ ഉപേക്ഷിക്കാത്ത അപ്പനാണ്, തള്ളാത്ത അപ്പനാണ്, എന്നെ മറക്കാത്ത അപ്പനാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ പിടച്ചിൽ കാണുന്ന അപ്പനാണ് എന്ന് പൂർണ്ണമായ ഒരു വിശ്വാസം അവനിൽ ഉണ്ടായിരുന്നു. നല്ലൊരു ഭയം അവനിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ആ വിശ്വാസം, ആ ദൈവഭയം, ആ ദൈവഭയം, അതേ ഭയം. സ്തോത്രം. അപ്പനാണു നീ, എൻ്റെ അമ്മയാണു നീ, അപ്പനാണു നീ, എൻ്റെ അമ്മയാണു നീ, എൻ പൊന്നേട്ടനാണെന്നും ഈശോ. അപ്പനാണു നീ, എൻ്റെ അമ്മയാണു നീ, എൻ പൊന്നേട്ടനാണെന്നും ഈശോ. അപ്പനാണു നീ, എൻ്റെ അമ്മയാണു നീ. നിങ്ങളുടെ അപ്പനാണോ? നിങ്ങളുടെ അമ്മയാണോ? നമ്മുടെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു പോകും. പക്ഷേ കരം പിടിച്ച് നിന്നെ അക്കരെ നാട്ടിലെത്തിക്കുന്ന അപ്പൻ, കരം പിടിച്ച് നിന്നെ നിത്യതയിലെത്തിക്കുന്ന അപ്പൻ, കരം പിടിച്ച് നിന്നെ നടത്തുന്ന അപ്പൻ, നിന്റെ വിഷമസന്ധികളിൽ നിന്നെ തലോടുന്ന ഒരപ്പൻ, ആരോടും പറയാത്ത ഹൃദയവേദനകളെ നിനക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന അപ്പൻ, നിന്റെ നെടുവീർപ്പ് കാണുന്ന അപ്പൻ, നിന്റെ നിലവിളി കേൾക്കുന്ന അപ്പൻ. അബ്രഹാം സ്തോത്രം മകനുമായി സ്തോത്രം യാത്രയായി. ആ സ്തോത്രം മകൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പൻ ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, മകനെ ദൈവം കരുതിക്കൊള്ളും, മകനെ ദൈവം കരുതിക്കൊള്ളും. സ്തോത്രം. അവർ അവിടെ എത്തി, ആ മല കണ്ടു, അവിടെ പോയി സ്തോത്രം ഒരുക്കങ്ങൾ ചെയ്തു, യാഗപീഠം പണിതു, വിറക് അടുക്കി, മകനെ കെട്ടി. മകൻ നിന്നുകൊടുത്തു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, നിങ്ങൾ എത്ര പേർ മാതാപിതാക്കൾക്ക് അനുസരണമുള്ള മക്കളായിരിക്കുന്നു? എത്ര പേർ ഇങ്ങോട്ട് വാ മകനെ, മകളെ എന്ന് വിളിച്ചാൽ നിങ്ങൾ എത്ര പേർ വരുന്നു? പോകാൻ പറഞ്ഞാൽ പോകുന്നു, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ ചെയ്യുന്നു? ആമേ സ്തോത്രം. മകൻ നിന്നു കൊടുത്തു. അപ്പൻ മകനെ കെട്ടി, യാഗപീഠത്തിന്റെ മേൽ കിടത്തി. ആമേ സ്തോത്രം. കത്തി എടുക്കുവാൻ കൈ നീട്ടുമ്പോൾ വചനം അങ്ങനെ പഠിപ്പിക്കുന്നു. അവൻ കത്തിയെടുപ്പാൻ കൈ നീട്ടുമ്പോൾ ആമേ സ്തോത്രം മേളിൽ നിന്നൊരു ശബ്ദം, അരുത്, അരുത്. നിങ്ങൾ പലപ്പോഴും വേണ്ടാത്ത കാര്യത്തിന് കൈ നീട്ടുമ്പോൾ അരുത് എന്നൊരു ശബ്ദം കേട്ടില്ലേ? കേട്ടു. പക്ഷെ വകവെച്ചില്ല, മൈൻഡ് ചെയ്തില്ല. നിങ്ങൾ പല വേണ്ടാത്തതും സംസാരിച്ചപ്പോഴേ അരുത് എന്നൊരു ശബ്ദം കേട്ടില്ലേ? എൻ്റെ ഹൃദയം മന്ത്രിച്ചില്ലേ? ഒരു ഭയം അന്നേരം വന്നില്ലേ? മൈൻഡ് ചെയ്തോ? ഇവിടെ നെഹമ്യാവ്, അബ്രഹാം, കൊർന്നല്യോസ് ദൈവത്തെ, ഇയ്യോബ് ദൈവത്തെ ഭയപ്പെടുന്നവർ ആയിരുന്നു. പലപ്പോഴും പല
നാടുകളിൽ സഞ്ചരിച്ചപ്പോൾ അരുത് എന്നൊരു ശബ്ദം നീ കേട്ടില്ലേ? പലർക്ക് വിരോധമായി സംസാരിച്ചപ്പോൾ, പല കുടുംബങ്ങളെ തകർക്കേണ്ടതിനായി എഴുന്നേറ്റപ്പോൾ, പല വ്യക്തികളെയും വീഴ്ത്തേണ്ടതിനായി എഴുന്നേറ്റപ്പോൾ, ആ സ്തോത്രം പലപ്പോഴും കർത്താവ് ഇടപെട്ടില്ലേ? ഇടപെട്ടു. ഇടപെടാതെ അല്ല, ഇടപെട്ടു, ഇടപെട്ടു, ഇടപെട്ടു. പക്ഷെ മൈൻഡ് ചെയ്തില്ല, വകവെച്ചില്ല. ദൈവത്തെ വകവെക്കാത്തവർക്കല്ല, ദൈവത്തെ ഭയപ്പെടുന്നവരോട് കൂടെയാണ് എൻ്റെ കർത്താവ് ആയിരിക്കുന്നത്. അവനാണ് ദൈവം ഉത്തരം കൊടുക്കുന്നത്, അവനാണ് ദൈവ ശബ്ദം കേൾക്കുന്നത്, അവനാണ് ദൈവത്തിന്റെ മുഖത്തെ കാണുന്നത്, അവനാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്നത്, അവനാണ് ദൈവിക ദർശനങ്ങളെ ദർശിക്കുന്നത്. ആമേ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ സഭയെ അപ്പോ പറഞ്ഞ സ്തോത്രം അരുത്. അന്നേരം സ്തോത്രം ബാലന്റെ മേൽ കൈ വെക്കരുത്. സ്തോത്രം, ബാലന്റെ മേൽ കൈ വെക്കരുത്. നീ വെക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് കൈ വെക്കരുത്. നോക്കാൻ പാടില്ലാത്തത് നീ നോക്കരുത്. പിടിക്കുവാൻ പാടില്ലാത്തത് നീ പിടിക്കരുത്. ചിന്തിക്കുവാൻ പാടില്ലാത്തത് നീ ചിന്തിക്കരുത്. പ്രവർത്തിക്കുവാൻ പാടില്ലാത്തത് ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന നിങ്ങൾ പ്രവർത്തിക്കരുത്, രുചിക്കരുത്. തെറ്റ്, പാപം. ആമേ, സ്തോത്രം. എല്ലാം ചെയ്തു, ഒന്നിൽ തെറ്റിയാൽ എല്ലാം തെറ്റിയിരിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. സ്തോത്രം. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ ജനമാണ്, സ്വന്തം മക്കളാണ്. സ്തോത്രം. നമ്മൾ നിത്യതയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാകരുത്. സ്തോത്രം. ആമേ, ദൈവത്തെ ഭയപ്പെടുന്നവർ വന്നിട്ടുണ്ടോ? ആമേ, അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടതുപോലെ ആമേ കർത്താവ് നിങ്ങൾക്ക് ആമേ കുറ്റബോധം തരുമ്പോൾ ആമേ പ്രാർത്ഥിച്ചുകൊണ്ട് ആമേ ദൈവ ഭയത്തോടെ ആമേ കർത്താവേ ക്ഷമിക്കണമേ എന്ന് ചോദിക്കുന്നവർ വന്നിട്ടുണ്ടോ? ആമേ, കർത്താവിന്റെ ജീവിതത്തിൽ കുറവ് വന്നു പോയി, അതെനിക്ക് മാപ്പ് തരണമെന്ന് ചോദിക്കുന്നവർ വന്നിട്ടുണ്ടോ? ഒരു ചെറിയ പാപമായിരുന്നാലും ആമേ ദൈവത്തോട് ഹൃദയ അലിവോടുകൂടെ കരയുന്നവർ വന്നിട്ടുണ്ടോ? ആമേ, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ വന്നിട്ടുണ്ടോ? ആമേ, നെടുമ്പാടെ കിടന്ന് പ്രാർത്ഥിക്കുന്നവർ വന്നിട്ടുണ്ടോ? ആമേ, ദൈവത്തോട് കരയുന്നവർ വന്നിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ആമേ നിസ്സാരമായി പാപത്തെ കാണാതെ ഒരു ചെറിയ കാര്യമാണെങ്കിലും ആമേ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ആ നാളിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, ആമേ തള്ളപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് യേശുപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആമേ പ്രാർത്ഥിക്കുന്നവർ വന്നിട്ടുണ്ടോ? ആമേ, കർത്താവ് എനിക്ക് അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാനായി കഴിഞ്ഞില്ല, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ വന്നിട്ടുണ്ടോ? എന്നോട് ക്ഷമിക്കണമേ എന്ന് ചോദിക്കുന്നവർ വന്നിട്ടുണ്ടോ? അതിഭാഷണം വന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ചോദിക്കുന്നവർ വന്നിട്ടുണ്ടോ? അതേ കർത്താവ്, ഞാൻ പലർക്കും വിരോധമായി സംസാരിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ചോദിക്കുന്നവർ വന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ പ്രവൃത്തികളെ അവിശ്വസിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ചോദിക്കുന്നവർ വന്നിട്ടുണ്ടോ? ദൈവത്തെ ഭയപ്പെടുന്നവർ വന്നിട്ടുണ്ടോ? നീ ആരെ ഭയപ്പെടണം? നീ ആരെ ഭയപ്പെടണം? ആമേ, ദേഹത്തെ കൊല്ലുന്നവരല്ല നീ ഭയപ്പെടേണ്ടത്. ദേഹത്തെ ദേഹിയെ കൊന്ന് ആമേ നരകാഗ്നി തള്ളിയിടുവാൻ അർഹതയുള്ള ആമേ യോഗ്യനായിരിക്കുന്നവനെ അവനെ തന്നെ ഭയപ്പെടുവിൻ. നിങ്ങൾ ആരെ ഭയപ്പെടുന്നു? നിങ്ങൾ ഏത് വ്യക്തിയെ ഭയപ്പെടുന്നു? ആമേ, കർത്താവിനെ ഭയപ്പെടുക, യേശുവിനെ ഭയപ്പെടുക, ആമേ ദൈവത്തെ ഭയപ്പെടുക, വീണ്ടും വരുന്നവനെ ഭയപ്പെടുക, ന്യായം വിധിക്കുന്നവനെ ഭയപ്പെടുക, ആമേ ന്യായത്തിന്റെ അധികാരിയായിരിക്കുന്നവനെ, വിധിപ്പാൻ ശക്തനായവനെ, അധികാരിയായവനെ ഭയപ്പെടുക. അവനെ എത്രയും നീ ഭയപ്പെടേണ്ടത്? കർത്താവിനെ എത്രയും നീ ഭയപ്പെടേണ്ടത്? എൻ്റെ ദൈവത്തെ എത്രയും നീ ഭയപ്പെടേണ്ടത്? നീ ആരെ ഭയപ്പെടുന്നു? നിങ്ങൾ ആരെ ഭയപ്പെടുന്നു? ആമേ, സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും കരുതൽ ലഭിക്കാതെ പോകുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനമോ മാനമോ സമ്മാനമോ സാമ്പത്തികമോ ലഭിക്കാതെ പോകുമായിരിക്കും, അല്ലേ? ആമേ, സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സ്നേഹം നഷ്ടപ്പെട്ടു പോകുമായിരിക്കും. വീട്ടുകാരുടേതാകട്ടെ, നാട്ടുകാരുടേതാകട്ടെ, സഭയിലുള്ളവരാകട്ടെ. നൈമിഷികമായ ഈ ലോകത്തിലെ സമ്മാനവും സമ്പാദ്യവും കരുതലും സ്നേഹവും വേണ്ട എന്ന് എത്ര പേർക്ക് ഉപേക്ഷിക്കുവാനായി കഴിയും? സ്തോത്രം. അവരെ ഭയപ്പെടരുത്. ഈ കാരണങ്ങളാൽ നിങ്ങൾ അങ്ങനെയുള്ളവരെ ഭയപ്പെടരുത്. നിങ്ങൾ ദൈവത്തെ അത്ര ഭയപ്പെടേണ്ടത്. നിങ്ങൾ ദൈവത്തെ അത്ര ഭയപ്പെടേണ്ടത്. അങ്ങനെയുള്ളവർ മാത്രം കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിച്ചാൽ മതി.
നിങ്ങൾ ദൈവത്തെ അത്ര ഭയപ്പെടേണ്ടതാ. ആമേ, അധികാരിയായിരിക്കുന്ന കർത്താവിന്റെ മുൻപാകെ നിങ്ങൾ നിൽക്കുമ്പോൾ തല ഉയർത്തി നിൽക്കുവാൻ ദൈവത്തെ അത്രയും നിങ്ങൾ ഭയപ്പെടേണ്ടതാ. ആ കർത്താവിനെ അത്രയും നിങ്ങൾ ഭയപ്പെടേണ്ടതാ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞാൻ എൻ്റെ കർത്താവെ നിന്നെ ഭയപ്പെട്ട് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് പറയുവാനായി കഴിയും? യേശുപ്പാ, ഞാൻ നിന്നെ ഭയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങേ ഭയപ്പെട്ട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. യേശുപ്പാ, ഞാൻ എൻ്റെ ഹൃദയത്തെ തരുന്നു കർത്താവേ. ആമേ കർത്താവേ, ഞാൻ നിന്നെ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഭർത്താവിനെ ഭയപ്പെടരുത് എന്നല്ല ഞാൻ ഈ പറഞ്ഞത്. മാതാപിതാക്കളെ ഭയപ്പെടരുത് എന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ആമേ, ഓരോന്നിനും വിവിധമായ തലങ്ങളുണ്ട്, മനസ്സിലാക്കുക. ആമേത്രം അപ്പനെയും അമ്മയെയും ഭർത്താവിനെയും ഒക്കെ ആമേത്രം നിങ്ങൾ ഭയപ്പെടണം. എന്നാൽ ആമേ, ഭയത്തിന് വിവിധമായ തലങ്ങളുണ്ട്. സ്തോത്രം. ആമേത്രം. പക്ഷേ നിങ്ങൾ പാപത്തിലേക്ക് പോകുമ്പോൾ, കള്ളം പറയുമ്പോൾ, ചിലപ്പോൾ വഴക്ക് കിട്ടുമെന്ന് ഓർത്തൊക്കെ സ്തോത്രം, പല കള്ളങ്ങളും പറയുമ്പോൾ, പല കാര്യങ്ങൾ മറച്ചു പിടിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുക. അനുതാപത്തോടെ ചോദിക്കുക, സ്തോത്രം, ഞാൻ നിന്നെ ഭയപ്പെടുന്നു, ഞാൻ അങ്ങേ ഭയപ്പെടുന്നു കർത്താവേ. നീ എന്നെ ന്യായവിധിയിൽ കൊണ്ടുവരും. അവർ രാജ്യങ്ങളെ, ലോകത്തെ നേരോടെ ന്യായം വിധിക്കും. ഭൂമിയെ വിശ്വസ്തയോടെ വിധിക്കുന്നവനാണ്. സ്തോത്രം. അതിനാൽ ഞാൻ നിന്നെ ഭയപ്പെടുന്നു കർത്താവേ. നീ നെടുമ്പാടെ ദൈവത്തോട് നിലവിളിക്കുക. സ്തോത്രം. അനുതാപത്തിൻ മിഴിനീരോടെ പിഴകൾ ഏറ്റു പറയുമെങ്കിൽ, അനുതാപത്തിൻ മിഴിനീരോടെ പിഴകൾ ഏറ്റു പറയുമെങ്കിൽ, കരുണയുള്ളോ രരുമനാഥൻ ക്ഷമയരുളും നിശ്ചയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ കാണുന്നതെല്ലാം മായയാണ്. സ്തോത്രം. ഇതെല്ലാം വിട്ടേച്ച് പോകേണ്ടി വരും. സ്തോത്രം. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുകയാണെങ്കിൽ, സ്തോത്രം, നമുക്ക് മുൻപേ പോയ അബ്രഹാം, മോശ, ഹാനോക്ക്, ഏലിയാവ്, ഭക്തന്മാർ, വിശുദ്ധന്മാർ, ആമേൻ, പൗലോസ്, പത്രോസ്, ആമേൻ, ഇവർക്കൊപ്പം നമുക്കും ആരാധനയുടെ ഭവനത്തിൽ സ്വർഗീയ വാസം ചെയ്യുവാനായി സാധിക്കും. സ്തോത്രം. നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടാൽ, നിങ്ങൾക്ക് ദൈവത്തെ ഭയപ്പെടുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ പാപത്തിലേക്ക് കൈ നീട്ടുകയില്ല. അധിക സമയം ദൈവത്തോട് ചെലവഴിക്കുന്ന ഒരു വ്യക്തി, ഏറെ സമയം പ്രാർത്ഥിക്കുന്ന വ്യക്തി, ഏറെ സമയം ദൈവത്തോട് ചെലവഴിക്കുന്ന വ്യക്തി ദൈവിക സ്വഭാവത്താൽ നിറയപ്പെടും. നിങ്ങൾ അധിക സമയം ദൈവത്തോട് ചെലവഴിക്കുക. ആമേ, ഹൃദയത്തിൽ ദൈവത്തെ ധ്യാനിക്കുക, സ്തുതിക്കുക, ആരാധിക്കുക. ദൈവിക സ്വഭാവം നിങ്ങളിലേക്ക് കർത്താവ് പകരപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. കർത്താവ് അവന് ആട്ടുകൊറ്റനെ കണ്ടിരുന്നു, യാഗം കഴിച്ചു. ആമയെ സ്തോത്രം. ദൈവത്തെ ഭയപ്പെട്ട അബ്രഹാം തൻ്റെ മകനുമായി മടങ്ങി വന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തു. സ്തോത്രം. ആമേ. 2 നെഹമ്യാവ് 5-ാമത്തെയും 15-ാം വാക്യം. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു. 40 ശേക്കൽ വെള്ളി വീതം വാങ്ങിയത് കൂടാതെ അപ്പവും വീഞ്ഞും കൂടെ അവരോട് വാങ്ങി. അവരുടെ ഭൃത്യന്മാരും ജനത്തിന്മേൽ കർത്തൃത്വം നടത്തി. ഞാനോ ദൈവഭയം ഹേതുവായി അത് ചെയ്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നെഹമ്യാവ് ദേശാധിപതിയായി അവിടെ സ്ഥാനം ഏൽക്കുമ്പോൾ, സ്തോത്രം, ആമേ, അതിനു മുൻപേ ഉണ്ടായിരുന്ന ആമേ ദേശാധിപതികളെ കുറിച്ചാണ് നെഹമ്യാവ് ഇവിടെ പറയുന്നത്. സ്തോത്രം. അവർ, സ്തോത്രം, അവരോട് വെള്ളി, പൊന്ന് ഇതൊക്കെ വാങ്ങിയിരുന്നു. സ്തോത്രം. അതിനുശേഷം നോക്കുക, 40 ശേക്കൽ വെള്ളി വാങ്ങിയിരുന്നു. അപ്പവും വീഞ്ഞും കൂടി അവരോട് വാങ്ങിയിരുന്നു. ആമേ. അവരുടെ ഭൃത്യന്മാർ അവരുടെ മേൽ കർത്തൃത്വം നടത്തിയിരുന്നു. ഇവിടെ നമുക്ക് കാണുവാനായി ഏത് ഭാഗം വായിക്കുമ്പോൾ കഴിയുന്നത്, ആമേ സ്തോത്രം, അവരുടെ സഹോദരന്മാർ തന്നെ ആമേ വീഞ്ഞിനും ആമേ ധാന്യത്തിനും ആമേ സ്തോത്രം വെള്ളിക്കും പൊന്നിനും എല്ലാം ആമേ അത് കൊടുത്ത് അവർ പലിശ വാങ്ങിയിരുന്നു എന്നാണ്. ആമേ സ്തോത്രം. എന്നാൽ ആമേ നെഹമ്യാവ് എന്ത് ചെയ്യുന്നറിയാമോ? അവരോട് പറയാണ്, സ്തോത്രം, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരോട് ആമേ വാങ്ങിയിരിക്കുന്ന ആമേ ഈ പൊന്നിനും വെള്ളിക്കും ഈ ധാന്യത്തിനും ആമേ നിങ്ങൾ പലിശ വാങ്ങരുത്. അവർക്കത്
ഇളച്ചു കൊടുക്കണമെന്ന് പറയുന്നു. ആ ജനം വന്ന് നെഹെമ്യാവിനോട് ഉച്ചത്തിൽ കരയുന്നത് നമുക്ക് വായിക്കുവാനായി കഴിയും. അവർ കരഞ്ഞു, അവർ നിലവിളിച്ചു, ഞങ്ങൾക്കത് ഭാരമായിരിക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരമാണ് ജനത്തിന് വിളിച്ചുകൂട്ടി, ദേശത്തിൽ പ്രധാനികളായവരെ വിളിച്ചുകൂട്ടി നമ്മുടെ നെഹെമ്യാവ് അവർക്ക് ഇളച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. പലിശ വാങ്ങിയിട്ട് കൊടുക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ട് നിലവിളിച്ച് കരയുന്ന ചിലരെ എനിക്കറിയാം. പക്ഷേ സഹോദരങ്ങളാണ്, യാതൊരു ഇളവും കൊടുക്കുന്നില്ല, യാതൊരു മനസ്സലിവും കൊടുക്കുന്നില്ല, യാതൊരു ദാക്ഷിണ്യവും കാണിക്കുന്നില്ല. അത് ക്രൂരമായി നിർബന്ധമായി വേദനിപ്പിക്കുന്ന ചില വ്യക്തികളെ കുറിച്ച് ചിലർ കരയാറുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ സഭയെ, നിനക്ക് ഇളച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ നീ അത് ഇളച്ചു കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമെന്ന് വചനം പഠിപ്പിക്കുന്നു. എന്റെ സഹോദരനോട് പലിശ വാങ്ങരുതെന്ന് വചനം പഠിപ്പിക്കത്രേ. ഇന്ന് പകൽക്കാലം ഇളച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സാകട്ടെ. ആരെങ്കിലും നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സഹോദരി ദാരിദ്ര്യത്തിലായിരിക്കുകയാണ്, കഷ്ടപ്പാടിലായിരിക്കുകയാണ്, ബുദ്ധിമുട്ടിലായിരിക്കുന്നു എങ്കിൽ നിങ്ങൾ അവർക്ക് ഇളച്ചു കൊടുക്കുക, അവരോട് കരുണ കാട്ടുക. സ്തോത്രം. നോക്കുക, വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളെയും അവർ സ്തോത്രം കടം വാങ്ങിയിരുന്നു. എങ്ങനെ പണയപ്പെടുത്തി കാശ് വാങ്ങിയിരുന്നു. നെഹെമ്യാവ് പറയുകയാണ്, എനിക്ക് ഭയമുണ്ടായിരുന്നത് കൊണ്ട്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ സഭയെ, ദേശാധിപതിയായി സ്തോത്രം സ്ഥാനമേറ്റ് നെഹെമ്യാവ് അവരോട് ക്രൂരമായ കർത്തൃത്വമല്ല ചെയ്തത്, മനസ്സലിവ് കാട്ടി. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളോട് ഒരു മനസ്സലിവുണ്ടോ? ഒരു കരുണയുണ്ടോ? അവരോട് ദയവുണ്ടോ? നിന്റെ പരിസരവാസികളോട് വളരെ താടി കിടക്കുന്ന, വീടില്ലാതിരിക്കുന്ന, അല്ലെങ്കിൽ ഓല മേയാൻ കഴിയാതിരിക്കുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതിരിക്കുന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാതിരിക്കുന്ന, പഠിക്കുവാൻ കഴിയാതെ അവരുടെ കുഞ്ഞുങ്ങൾ പഠിപ്പും മുടക്കും നിൽക്കുന്നത് സഹോദര സഹോദരി നീ കണ്ടിട്ടുണ്ട് എങ്കിൽ നീ കണ്ണടക്കരുത്. നിന്നെ ദൈവം വിളിച്ചത്, ദൈവത്തെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രം നോക്കാനല്ല. എന്റെ കർത്താവ് പറഞ്ഞു, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കട്ടെ എന്ന്. ഇന്ന് പകൽക്കാലത്ത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ട് എങ്കിൽ രണ്ട് ഉടുപ്പുള്ളവൻ ഒരുവന് കൊടുക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. ഒരു നാഴിക പോകാൻ പറഞ്ഞാൽ രണ്ട് നാഴിക പോകാൻ കർത്താവ് പറഞ്ഞു. നിനക്കുള്ളത് നിന്ന് നിന്റെ കുഞ്ഞിന്റെ കാര്യം മാത്രം നോക്കാതെ നിനക്കുള്ളത് നിന്ന് വസ്ത്രമാകട്ടെ, ഭക്ഷണമാകട്ടെ, മരുന്നാകട്ടെ, വിദ്യാഭ്യാസ സഹായമാകട്ടെ, ഒരു ബാഗ് ആകട്ടെ, ഒരു കൊടയാകട്ടെ, നീ എന്ത് കൊടുക്കുന്നു അതിന്റെ പ്രതിഫലം ദൈവം നിനക്ക് തരും. നിനക്ക് കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ സ്വന്തം സഹോദരന്റെ കുഞ്ഞിനെ നിനക്ക് കരുതുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞിനെ കരുതുന്നത് പോലെ സ്തോത്രം, ഒരുപക്ഷെ അത്രയ്ക്കും നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഒരു ഓഹരിയെങ്കിലും അവർക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പരിസരത്തായിരിക്കുന്ന കഷ്ടപ്പാടേറിയവരെ താങ്ങുവാനായി നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർക്ക് കഴിഞ്ഞു? സ്തോത്രം. എനിക്കറിയാം, സ്തോത്രം പലർക്കും കഴിഞ്ഞിട്ടില്ല. സ്തോത്രം പലർക്കും പലപ്പോഴും സ്തോത്രം ഒന്നുകൊണ്ട് തികയാത്തവരായി സ്തോത്രം കിട്ടിയിട്ടും വീണ്ടും തൃപ്തിയില്ലാത്തവരായി സമൂഹമായിരിക്കുമ്പോൾ ഉള്ളവന് വീണ്ടും സ്തോത്രം നിലം വാങ്ങിക്കൂട്ടണമെന്നും, വീടുകളുള്ളവന് വീണ്ടും വീടോട് വീട് കൂട്ടണമെന്നും, വയലോട് വയൽ കൂട്ടണമെന്നുമുള്ള ആഗ്രഹമാണ് എന്ന് വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ആ ചിന്തകളല്ലേ കൂടുതലുള്ളത്. സ്തോത്രം. ബാങ്ക് ബാലൻസ് ഉള്ളവൻ വീണ്ടും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുവാനായി വെപ്രാളപ്പെടുന്നത്. സ്തോത്രം. അതല്ലേ പലപ്പോഴും ചെയ്യാറുള്ളത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ സഭയെ, നീ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം തരുമെന്ന് എൻ്റെ കർത്താവ് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന അനേകർ സ്തോത്രം ദൈവനാമത്തിനായും സാധുക്കൾക്കായും സഹായിക്കുന്നവരാണ്. അനേകർ കർത്താവിൻ്റെ നാമത്തിനായും വിധവകൾക്കായും
അനാഥമാർക്കായും സഹായിക്കുന്നവരാണ്. നിങ്ങളുടെ കരങ്ങളെ കർത്താവ് ശക്തീകരിക്കട്ടെ. നിങ്ങളുടെ കരങ്ങളെ കർത്താവ് ബലപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് 100 മടങ്ങായ അനുഗ്രഹത്തെ സ്വർഗത്തിലെ ദൈവം തരും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ പറയുന്നതല്ല. 100 മടങ്ങ് അനുഗ്രഹത്തെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരും. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലാരാധ്യനില്ല. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലാരാധ്യനില്ല. കരങ്ങളെ ഉയർത്തി കരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നെഹമ്യാവ് പ്രഭുക്കന്മാരെയും ദേശത്തിലെ ഉന്നതന്മാരെയും വിളിച്ചുകൂട്ടി വീടുകളെ വിട്ടുകൊടുപ്പാനും മുന്തിരിത്തോട്ടവും നിലങ്ങളും വിട്ടുകൊടുപ്പാനും സ്തോത്രം പലിശകൾ ഇളച്ചു കൊടുപ്പാനും പറഞ്ഞു. അതവർ അനുസരിച്ചു, അംഗീകരിച്ചു, മാനിച്ചു. സ്തോത്രം. എൻ്റെ കേൾക്കുന്ന ദൈവസഭയെ സ്തോത്രം, ഏതെങ്കിലും രോഗി, കഷ്ടപ്പെടുന്നവർ, വേദനിക്കുന്നവർ, വിധവ, അനാഥ, നിങ്ങളോട് കാശ് വാങ്ങിയിട്ട് അവർക്ക് തരുവാൻ വകയില്ലെങ്കിൽ സ്തോത്രം ഒന്ന് ഇളച്ചു കൊടുക്കണമേ. നിങ്ങൾക്ക് വകയുണ്ട് എങ്കിൽ, നിങ്ങൾക്കതിന് കഴിയും എങ്കിൽ നിങ്ങളത് ഇളച്ചു കൊടുത്താൽ സ്തോത്രം കർത്താവ് നിങ്ങൾക്ക് 100 മടങ്ങായി അനുഗ്രഹത്തെ തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. മൂന്നാമതായി കൊർന്നല്യോസ് ദൈവത്തെ ഭയപ്പെടുന്നവൻ ആയിരുന്നു. സ്തോത്രം. സ്തോത്രം. നോക്കുക, നെഹമ്യാവിൻ്റെ ഒരു കാര്യം കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നെഹമ്യാവിൻ്റെ സ്തോത്രം ദേശാധിപതിക്ക് അഹോവൃത്തി കഴിക്കുവാൻ സ്തോത്രം രാജ്യത്തിൽ അവകാശമുണ്ട്. സ്തോത്രം. ഇവിടെ പറയുന്ന സ്തോത്രം, അവൻ 12 വർഷക്കാലം അഹോവൃത്തിക്ക് ഒന്നും വാങ്ങിയിരുന്നില്ല. ഹല്ലേലൂയ. അവനൊന്നും വാങ്ങാതെ ന്യായപാലനം ചെയ്തു. സ്തോത്രം. അവൻ ദൈവത്തെ ഭയപ്പെടുകയാൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുകയാൽ നിങ്ങൾക്ക് ചിലതൊക്കെ ചെയ്യുവാനായി കഴിയും, കരുണ കാട്ടുവാനായി കഴിയും. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. അവൻ ഭക്തനും സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ ഭക്തൻ, തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഭക്തനായിരുന്നു. കപട ഭക്തിയല്ല കാണിച്ചത്, മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ഭക്തിയല്ല, നാട്യഭക്തിയല്ല കാണിച്ചത്, വേഷഭക്തിയല്ല കാണിച്ചത്, പുറംപൂശായിരുന്നില്ല, പുറം കുപ്പായമായിരുന്നില്ല. അവൻ്റെ ഭക്തി ദൈവം സാക്ഷ്യം പറയുന്ന ഭക്തി ആയിരുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ എത്ര പേരുടെ ഭക്തി കർത്താവ് സാക്ഷ്യം പറയും? നിന്നെയും എന്നെയും കാണുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ഭക്തി എപ്രകാരമായിരിക്കുന്നു? വീണ്ടും പറയുന്ന സ്തോത്രം, അവൻ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. സ്തോത്രം. വീട്ടിലുള്ള എല്ലാവരും അവന്റെ സകല ഗ്രഹത്തോടു കൂടെ ദൈവത്തെ ഭയപ്പെട്ടവനായിരുന്നു. സ്തോത്രം. കൊർന്നല്യോസ്. നിങ്ങൾ ഒരു ഭക്ത
ഭക്തരാണ് എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ സ്തോത്രം ഭക്തി അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുവാൻ പറഞ്ഞു കൊടുക്കുക. ആമേൻ. നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക, അവരെ ദൈവത്തെ ഭയപ്പെടുവാനായി പറഞ്ഞു കൊടുക്കുക. ആമേൻ. നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. ആമേൻ. നിങ്ങൾ മാത്രമല്ല ഭക്തിയുള്ളവരായിരിക്കേണ്ടത്, അവരും ഭക്തിയുള്ളവരായി തീരേണ്ടതിന് ആമേൻ ഉപദേശിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ആമേൻ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. നിങ്ങൾ എത്ര അമ്മമാർ അത് ചെയ്യുന്നു, എത്ര അപ്പന്മാർ അത് ചെയ്യുന്നു. എന്നെ കേൾക്കും ദൈവസഭയെ, ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞല്ലോ. ആമേൻ. അവർ സഹോദരങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒരു വട്ടം തികയുമ്പോൾ അപ്പൻ ആ മക്കളെ വിളിച്ച് യാഗം കഴിക്കുക പതിവായിരുന്നു. ആ അപ്പൻ ഈ മക്കൾ തെറ്റിപ്പോയോ എന്ന് ഭയപ്പെട്ടിട്ട് ആമേൻ മക്കളുടെ തെറ്റിന് വേണ്ടി അപ്പൻ പ്രായശ്ചിത്തമായി യാഗം കഴിക്കുന്നു. ആമേൻ. നിങ്ങൾ എത്ര പേർ ആമേൻ മക്കൾക്കായി കരയുന്നുണ്ട്? വചനം എങ്ങനെ പഠിപ്പിക്കുന്നു? എന്റെ കർത്താവ് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിനി എന്നാണ്. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനും വളരെ ധർമ്മം കൊടുത്തവനുമായിരുന്നു. ആമേൻ. ചെറിയ ധർമ്മമല്ല അവൻ കൊടുത്തത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ധർമ്മം കൊടുക്കുവാനായി കഴിയുന്നു? ആമേൻ. ധർമ്മം കൊടുക്കാറുണ്ടോ? ആമേൻ. അതോ ആട്ടിപ്പായിക്കാറുണ്ടോ? ആമേൻ. ഞങ്ങൾ ട്രെയിനിലായിരിക്കുമ്പോൾ ആമേൻ ട്രെയിനിൽ ഭിക്ഷയ്ക്കായി വരുന്നവർക്ക് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ധർമ്മം കൊടുക്കാറുള്ളൂ. പലരും തിരിഞ്ഞിരിക്കാറുണ്ട്. ആമേൻ. ചിലർ ആമേൻ ഒന്നുമില്ല പോകുവാനായി പറയാറുണ്ട്. ആമേൻ. കൊച്ചു മക്കളെയും ഏന്തിക്കൊണ്ട് ആമേൻ ധർമ്മത്തിനായി വരുമ്പോൾ നീ ധർമ്മം കൊടുക്കാറുണ്ടോ? ആമേൻ. നിങ്ങൾ പലരും അത് ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ആമേൻ ധർമ്മം കൊടുക്കുക. ആമേൻ. കർത്താവിന്റെ നാമ മഹത്വത്തിനായി ചെയ്യുക. എന്റെ കർത്താവ് നിനക്ക് 100 മടങ്ങായി മടക്കി തരും. എത്ര മടങ്ങ്? 100 മടങ്ങ്. സ്തോത്രം. എത്ര മടങ്ങ്? ഇതാര് പറഞ്ഞത്? അപ്പോസ്തലനാണോ? പ്രവാചകനാണോ? ഇടയന്മാരാണോ? സുശേഷകരാണോ? ഇതാരാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? യേശു കർത്താവാണ് പറഞ്ഞത്. ആമേൻ. നിങ്ങൾ ധർമ്മം കൊടുക്കുക. ദൈവം പറയുകയാണ്, നിന്റെ ധർമ്മവും പ്രാർത്ഥനയും ഞാൻ കണ്ടിരിക്കുന്നു. സ്തോത്രം. സമയം മാറ്റി ദൈവത്തിൽ കരയുന്ന എത്ര പേരുണ്ട്? ഈ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഞാനും എന്റെ മക്കളും എന്റെ ഭാര്യയും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണോ? അല്ല, അതല്ല. ആമേൻ. നിങ്ങൾ ദേശത്തിന് വേണ്ടി കരയുന്ന എത്ര പേരുണ്ട്? രാജ്യത്തിന് വേണ്ടി കരയുന്ന എത്ര പേരുണ്ട്? ഇവിടെ സ്തോത്രം വചനം പഠിപ്പിക്കുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ കണ്ടു, നിന്റെ ധർമ്മത്തെ ഞാൻ കണ്ടു. ആമേൻ. ഒന്ന്, അവൻ ദൈവത്തെ ഭയപ്പെട്ടു. ആമേൻ. 2, അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആമേൻ. 3, അവന്റെ ധർമ്മത്തെ ദൈവം ഓർത്തു. ആമേൻ. യഹോവയോടുള്ള ഭക്തി എന്റെ കർത്താവ് കണ്ടു. ആമേൻ. ഭക്തി, ഭയം, പ്രാർത്ഥന, ധർമ്മം, ഇത് 4 ആമേൻ കൊർന്നല്യോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ നിന്റെ അടുക്കൽ ദൂതൻ വന്നിട്ടുണ്ടോ? ആമേൻ. നീ ദൈവ ശബ്ദം കേട്ടിട്ടുണ്ടോ? ആമേൻ. ദൈവം അവരോട് സംസാരിക്കുകയാണ്. അവൻ ചോദിക്കുകയാണ്, എന്താ കർത്താവേ? ഓ സ്തോത്രം. കർത്താവിനോട് അവൻ സംസാരിക്കുന്നു. ദൂതൻ വരും നിന്റെ അടുക്കൽ. ദൂതൻ വരും, ദൂതൻ വരും. നീ ആരെയാണ് ഭയപ്പെടുന്നത്? നീ ആരെയാണ് ഭയപ്പെടുന്നത്? നീ ആരെയാണ് ഭയപ്പെടുന്നത്? നീ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ, കൊർന്നല്യോസ് ദൈവത്തെ ഭയപ്പെട്ടു. കൊർന്നല്യോസ് ദൈവത്തെ ഭയപ്പെട്ടു. മനുഷ്യനെ ഭയപ്പെടുന്നവരാണോ നിങ്ങൾ? സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്നവരാണോ നിങ്ങൾ? മുട്ടുമേൽ നിൽക്കുന്നുവെങ്കിൽ ആമേൻ. കൊർന്നല്യോസ് കണ്ടതുപോലെ ആമേൻ നിന്റെ അടുക്കൽ ദൂതൻ കടന്നു വന്ന് കൊർന്നല്യോസേ എന്ന് വിളിക്കും. നിന്റെ പേര് പറഞ്ഞ് കർത്താവ് വിളിക്കും. നിന്റെ പേര് പറഞ്ഞ് കർത്താവ് വിളിക്കും. നിന്റെ പേര് പറഞ്ഞ് കർത്താവ് വിളിക്കും. നിന്റെ പേർ ചൊല്ലി കർത്താവ് വിളിക്കും. അതെ, ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളുടെ പേർ ചൊല്ലി കർത്താവ് വിളിക്കും. ഉറപ്പ്. ഒരു സൈന്യമെന്റെ നേരെ പാളയമിറങ്ങിയ ഞാൻ ഭയപ്പെടില്ല. സാരപാത്തിലും കെരിതിലും ചൂരച്ചെടിയുടെ ചുവട്ടിലും സാരപാത്തിലും. അതെ, കൊർന്നല്യോസ് ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. ആമേൻ. ഇയ്യോബ് ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. നെഹമ്യാവ് ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. അബ്രഹാം ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. നീ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണോ? നീ ദൈവത്തെ ഭയപ്പെടാറുണ്ടോ? വ്യക്തികളെ ഭയപ്പെടുന്ന വ്യക്തിയാണോ? Glory Jesus. Glory, Holy Spirit, power, we shout Jesus. ആമേൻ. സ്തോത്രം. കർത്താവേ, പകൽക്കാലം ദൈവത്തെ
ഭയപ്പെടുവാൻ എനിക്ക് കൃപ തരണമേ. പ്രാർത്ഥിച്ചാട്ടെ. Glory to God. എല്ലാവരും എഴുന്നേറ്റ്. എല്ലാവരും എഴുന്നേറ്റ്. പേടില്ല ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. കരുതുമെന്ന് ഞാൻ കരുതിയ ആരും വന്നില്ല കാണുവാൻ. ദൈവത്തെ ഭയപ്പെടുവാൻ പരിശുദ്ധാത്മാവിനാൽ ന്യായവിധിക്കുന്ന ദൈവത്തെ ഭയപ്പെടട്ടെ. ആമേ കർത്താവേ, നിത്യത എത്തിക്കേണ്ട ദൈവത്തെ ഭയപ്പെടട്ടെ. ദാവീദിന്റെ സന്തതിയായി മരിച്ചടക്കപ്പെട്ട് ഉയർന്നതിന് ജീവിക്കുന്ന ക്രിസ്തു ആമേ കർത്താവേ സ്വന്തം ന്യായവിധിപ്പാൻ വരുമ്പോൾ ഇവർ കർത്താവെ നിത്യത എത്തിച്ചേരേണ്ടതിന് കർത്താവിനെ ഭയപ്പെടട്ടെ. യേശുവിനെ ഭയപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം ഇപ്പോൾ മുതൽ ആമേ ദൈവ ഭയമില്ലാത്തവരുടെ മേൽ യഹോവയുടെ ഭയം കർത്താവിന്റെ ഭയം. The name of Jesus. Glory, hold with the power. We shall Jesus. Rukana hatuna rigastia. Rukanduna rigasuna rigale brahmana rigastia. The name of Jesus. Power we shall Jesus. Thank you, hold with the power we shall Jesus. Glory, glory, glory. The name of Jesus. Power we shall Jesus. യേശുവിന്റെ നാമത്തിൽ അടിയണങ്ങളോട് അപേക്ഷിക്കുന്ന കർത്താവേ, ആമേ കർത്താവേ, ഇടത്തും വലത്തും മുൻപിലും ബാക്കിലും നോക്കുന്നവരായിട്ടല്ല, ഉയരത്തിൽ നോക്കുവാൻ എന്റെ കർത്താവിനെ ഭയപ്പെടുവാൻ, തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആമേ കർത്താവേ നിന്നെ ഭയപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ബ്ലഡ് ജീസസ് പവർ ബി ഷൗട്ട് ജീസസ് റിഖാന ഹത്തുന രഹസ്യ ദ നൈവ് ജീസസ് പവർ ബി ഷൗട്ട് ജീസസ്. യഹോവയെ ഭയപ്പെടുന്നവർ, യഹോവയെ ഭയപ്പെടാതിരിക്കുന്ന എല്ലാവർക്കും പേരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ഭയത്തെ ഇവരുടെ മേൽ പകരപ്പെടണമേ. എന്റെ കർത്താവേ, ഇവരുടെ മേൽ പകരപ്പെടണമേ. ദൈവ ഭയമുള്ള സകലവരും ആമേ ഇവരുടെ മേൽ ആ പകർച്ച ഉണ്ടാകട്ടെ. പകർച്ച ഇവരുടെ മേൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ പകർച്ച ഇവരുടെ മേൽ ഉണ്ടാകട്ടെ. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവരുടെ മേൽ ഉണ്ടാകട്ടെ. യഹോവയെ ഭയക്കുന്ന അതേ ആത്മാവ് ഇവിടെ മേൽ ഇറങ്ങി വരട്ടെ. ഇപ്പോൾ ഇറങ്ങി വരട്ടെ. ഇപ്പോൾ 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 യഹോവയുടെ ഭയം ഇവരുടെ മേൽ ഇറങ്ങി വരട്ടെ. കർത്താവിന്റെ ഭയം ഇവരുടെ മേൽ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്നലെ വരെ ദൈവത്തെ ഭയപ്പെടാത്തവർ ഇന്ന് മുതൽ ദൈവത്തെ ഭയപ്പെടട്ടെ. യഹോവയുടെ ഭയം, യഹോവയുടെ ഭീതി, യഹോവയുടെ നടുക്കം ഇപ്പോൾ ശബ്ദ പ്രൗഢമ റിഖാന ഹസ്തുന റിഖന പ്രൗഢത ബഗസ്യ. The name of Jesus, power be shout Jesus. Rikhana hastuna regasia. The name of Jesus, power be shout Jesus. Thank you, Holy Spirit, power be shout Jesus. Amdal kabda brauda padibara. Hasta riga shauda padibara. Amdal kabda brauda padibara hastuna. Rikhantuna rigastuna rigana brauda. Rikhana hastuna regasia. Glory, Holy Spirit, power be shout Jesus. Amdal rigastuna rigana brauda padiba shauda padibara. Hasta riga sharda bagasia. The name of Jesus, power be shout Jesus. Rikhana hastuna regasia. The name of Jesus, power be shout Jesus. പരിശുദ്ധാത്മാവിനാൽ, 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 പരിശുദ്ധാത്മാവിനാൽ. ആമേൻ. സ്വർഗീയ തീ, സ്വർഗീയ തീ, സ്വർഗീയ അഗ്നി. യഹോവയെ ഭയപ്പെടാത്ത ആമേൻ കർത്താവേ ഭീതിയില്ലാതിരിക്കുന്നവരുടെ ഓ അതേ ഭീതി, അതേ നടുക്കം, അതേ സ്വർഗീയ തീ, സ്വർഗീയ തീ, സ്വർഗീയ അഭിഷേകം. ആമേൻ. സ്വർഗീയ അഗ്നി. Glory to God. In the name of Jesus, power be shout Jesus. Rikhana hastuna regasia. The name of Jesus, power be shout Jesus. Glory, glory, glory. Rikhana hastuna rigana brauda dinastia. Rukanduna rigati. Amen katavi യഹോവയുടെ ഭയം ഇന്ന് പകൽക്കാലം അയച്ചേ മതിയാകും. ആ ഭയത്താൽ ഇവരെ നിറച്ചേ മതിയാകും. ആ ഭയത്താൽ ആ ദൈവ ഭയത്താൽ ഇവരെ നിറയ്ക്കണമേ. ആ ദൈവ ഭയത്താൽ നിറയ്ക്കണമേ. യഹോവയുടെ ഭയം, യഹോവയുടെ ഭയം, യഹോവയുടെ ഭയം, യഹോവയുടെ ഭയം, യഹോവയുടെ ഭീതി, യഹോവയുടെ നടുക്കം. ഇപ്പോൾ 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 ഈ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവായിക്കാൻ സ്തോത്രം, പരിശുദ്ധാത്മാവായിക്കാൻ സ്തോത്രം. കൊർന്നല്യോസിനെ പോലെ, നെഹമ്യാവിനെ പോലെ നീതിയും ദയ നടത്തുന്നവരായി അബ്രഹാമിനെ പോലെ ദൈവ ഭയം
ഭയമുള്ളവരായി പരിശുദ്ധാത്മാവിനാൽ 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 കർത്താവേ ആ ഭയത്തെ കൊടുക്കണമേ, ഭയത്തെ കൊടുക്കണമേ, ഭയത്തെ കൊടുക്കണമേ. ദൈവ ഭയത്തെ ഇപ്പോൾ കർത്താവ് ഇവിടെ പകരപ്പെടുകയാണ്. കർത്താവ് ഇവിടെ പകരപ്പെടുകയാണ്. ദൈവ ഭയത്തെ കർത്താവ് ഇവിടെ പകരപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇവിടെ പകരപ്പെടുകയാണ്. അത് പ്രാപിച്ചെടുക്കുക. ദൈവിക ഭയത്തെ പ്രാപിച്ചെടുക്കുക. ഇന്നലെ വരെ ദൈവ ഭയമില്ലാതിരുന്ന വ്യക്തി നിന്റെ മേൽ ദൈവിക ഭയത്തെ ദൈവം അയക്കുകയാണ്. ആർക്കാണ് ആവശ്യം? ആരുടെ മേൽ? ആർക്കാണത് ആവശ്യം? ആരാണത് ഏറ്റെടുക്കുന്നത്? ദൈവിക ഭയം, പാപത്തിലേക്ക് പോകാത്ത ദൈവ ഭയം ഇപ്പോൾ സ്വീകരിക്കുക, 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 സ്വീകരിക്കുക. Jesus of power, glory, glory. Anaiba Jesus power be shout Jesus. സ്വീകരിക്കുക. Glory Father Jesus power be shout Jesus. Rikana hastana രഹസ്യ. ആമേ. ദൈവ ഭയത്താൽ നിത്യതയ്ക്കായി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു വലിയ സൈന്യം കർത്താവേ ഈ കാരുണ്യം എഴുന്നേൽക്കട്ടെ. ആമേ. കർത്താവിനായി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു വലിയ സൈന്യം, ഒരു വിശുദ്ധ ഗണം കാരുണ്യം എഴുന്നേൽക്കട്ടെ. ദൈവരാജ്യ വ്യാപ്തിക്കായി ഓടുന്ന ഒരു വലിയ ഗണം കാരുണ്യം എഴുന്നേൽക്കട്ടെ. സ്തോത്രം. ദൈവമക്കൾ പാടുന്നു ഹല്ലേലൂയ ഹോസന്ന. ദൈവമായി ചേർന്ന് പാടുന്നു ഹല്ലേലൂയ ഹോസന്ന. കൈകൾ കൊട്ടി പാടുന്നു ഹല്ലേലൂയ ഹോസന്ന. ആമോദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോസന്ന. ആനന്ദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോസന്ന. ആഹ്ലാദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോസന്ന. ദൈവമക്കൾ പാടുന്നു ഹല്ലേലൂയ ഹോസന്ന. ഒന്നായി ചേർന്ന് പാടുന്നു ഹല്ലേലൂയ ഹോസന്ന. കൈകൾ കൊട്ടി പാടുന്നു ഹല്ലേലൂയ ഹോസന്ന. ആമോദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോസന്ന. ആനന്ദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോസന്ന. ആഹ്ലാദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോസന്ന. ഹോസാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോസന്ന. ഹോസാന ഹല്ലേലൂയ. പരിപാലകനാം ദൈവമേ ഹല്ലേലൂയ ഹോസന്ന. ഭൂലോകത്തിൻ രാജാവേ ഹല്ലേലൂയ ഹോസന്ന. സ്വർലോകത്തിൻ രാജാവേ ഹല്ലേലൂയ ഹോസന്ന. മാനവരക്ഷകനീശോയേ ഹല്ലേലൂയ ഹോസന്ന. പാപവിമോചകനീശോയേ ഹല്ലേലൂയ ഹോസന്ന. കാരുണ്യത്തിൻ ഉറവിടമേ ഹല്ലേലൂയ ഹോസന്ന. ഹോസാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോസന്ന. ഹോസാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോസന്ന. ഹോസാന ഹല്ലേലൂയ. ഹല്ലേലൂയ ഹോസന്ന. സർവകൃപാവരദായകനേ ഹല്ലേലൂയ ഹോസന്ന. സൗഖ്യദായകനീശോയേ ഹല്ലേലൂയ ഹോസന്ന. ലോകപരിപാലനീശോയേ ഹല്ലേലൂയ ഹോസന്ന. ശാന്തിദായകനീശോയേ ഹല്ലേലൂയ ഹോസന്ന. മുക്തിദായകനീശോയേ ഹല്ലേലൂയ ഹോസന്ന. ലോകരക്ഷകനീശോയേ ഹല്ലേലൂയ ഹോസന്ന. നിത്യജീവൻ ഉറവിടമേ ഹല്ലേലൂയ ഹോസന്ന. ജീവലക്ഷമീശോയേ ഹല്ലേലൂയ ഹോസന്ന. കരുണക്കടലാമീശോയേ ഹല്ലേലൂയ ഹോസന്ന. വദനത്തികവാമീശോയേ ഹല്ലേലൂയ ഹോസന്ന. മാനവനാഥനമീശോയേ ഹല്ലേലൂയ ഹോസന്ന. ആശ്വാസത്തിനുറവിടമേ ഹല്ലേലൂയ ഹോസന്ന. ഹോസാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോസാന. ഹോസാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോസാന. ഹോസാന ഹല്ലേലൂയ. കർത്താവേ ഇവരെ രക്ഷിക്കണമേ. ഹോസാന ഹോസാന. ഇവരെ രക്ഷിക്കണമേ. ദൈവ ഭയമുള്ളവരാക്കി മാറ്റണമേ. ഓ ഇവരെ രക്ഷിക്കണമേ. ദൈവ ഭയമുള്ളവരാക്കി മാറ്റണമേ. ഇപ്പോൾ 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 യഹോവയുടെ ഭയം, യഹോവയുടെ ഭീതി, യഹോവയുടെ നടുക്കം, യഹോവയുടെ ഭയം. കൊർന്നല്യാസിനെ പോലെ, കൊർന്നല്യാസിനെ പോലെ, അബ്രഹാമിനെ പോലെ, നെഹമ്യാവിനെ പോലെ, ഇയ്യോബിനെ പോലെ. ആമേൻ. ആർക്കാവശ്യം?
Jesus. Glory, hospital power. Hallelujah, hallelujah, Hosanna, Hosanna, 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 hallelujah. ഇവരെ രക്ഷിക്കണമേ. ദൈവത്തിന്റെ ഭയത്താൽ നിറയ്ക്കെത്തുവാൻ, നിത്യതയെത്തുവാൻ, അന്യ വിഗ്രഹത്തിനടുക്കൽ പോകാതിരിപ്പാൻ, അന്യ ദേവനടുക്കൽ പോകാതിരിപ്പാൻ, എന്റെ ദൈവത്തെ മാത്രം മുറുകെ പിടിപ്പാൻ, എന്റെ യേശുവിനോട് കൂടെ മാത്രം നടക്കുവാൻ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ കൃപ ചെയ്യുക. ഹല്ലേലൂയ, ഹോസാന, ഹോസാന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹോസാന. പരിശുദ്ധനായിരിക്കുന്ന കർത്താവേ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു, അത്രയും ഞങ്ങളുടെ സുവിശേഷം. ദൈവഭയമുള്ളവരായിരുന്നവർ നിത്യതയിൽ എത്തിച്ചേർന്നു. ദൈവഭയമില്ലാത്തവർ ലോകത്തിൻ്റെ മായാവിലാസങ്ങളിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോകും, കൈവിടപ്പെട്ടു പോകും. അതിനാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് കാത്തിരിക്കുന്ന ഇവർ കൈവിടപ്പെട്ടു പോകാതെ ദൈവഭയമുള്ളവരായി നിത്യത്തിൽ എത്തിച്ചേരേണ്ടതിനായി കൊർന്നല്യോസിനോട് കർത്താവ് സംസാരിച്ചതുപോലെ ഇവർ ദൈവഭയമുള്ളവരായിരിക്കുമ്പോൾ അവരോട് കർത്താവ് സംസാരിക്കും. ദൈവകൃപയിൽ ജീവിച്ച് നിത്യത്തിൽ എത്തിച്ചേരുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ.